ഹായ്, PEB സെക്ടറിലുള്ള മറ്റൊരു കമ്പനിയുടെ ബിസിനസ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇ പാക്കിന്റെ ബിസിനസ് അനാലിസിസ് ചെയ്തിരുന്നു. PEB സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് എന്ന് പറയും. അതായത് ഞാൻ ആ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ആ സെക്ടറിലെ രണ്ടാമത്തെ ഒരു കമ്പനിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ മറ്റൊരു കമ്പനിയോട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇത് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. മറ്റൊന്നുമല്ല, ഇവരുടെ എല്ലാം സെയിൽസ് ഗ്രോത്ത് കാണുമ്പോഴത്തേനും ഇവരുടെ എല്ലാം പ്രോഫിറ്റ് ഗ്രോത്തും ഇവരുടെ മാനേജ്മെന്റിന്റെ കമന്ററി കാണുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ബുള്ളിഷ്നെസ് ഈ ഒരു സെക്ടറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സെക്ടർ ട്രാക്ക് ചെയ്താലേ നമുക്ക് ആ സെക്ടറിലെ ഏറ്റവും നല്ല കമ്പനികളെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ വെറുതെ റാൻഡമായിട്ട് ഒരു സ്റ്റോക്കിന്റെ ഗ്രോത്ത് കണ്ടിട്ട് ആ ഒരു സ്റ്റോക്ക് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്ടറിലെ ഏറ്റവും വലിയ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന കമ്പനിയാണോ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഒരു സെക്ടറിലെ ഏറ്റവും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന കമ്പനിയിലായിരിക്കും കൂടുതൽ ആളുകൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും നല്ല ഗ്രോത്ത് റേറ്റ് അതിലെ നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാനും കൂടുതൽ ചാൻസ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെല്ലാം തന്നെ നമുക്ക് സ്റ്റഡി ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് അടുത്ത കമ്പനിയുടെ വീഡിയോ ചെയ്യാം. അത് ഇന്ററാർക്ക് എന്നാണ് കമ്പനിയുടെ പേര്. അത് നമുക്ക്